നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വിജയൻ സാർ, മറ്റുള്ള വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, പാരൻസ്, സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടത്തേക്ക് വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചത് സ്കൂളിലൊരു പരിപാടി, ഒരു കുഞ്ഞു പരിപാടി എന്നൊക്കെ വിചാരിച്ച് ഇവിടത്തേക്ക് വന്ന എന്നെ ശരിക്കും വരവേറ്റത് ഒരു അവാർഡ് നൈറ്റ് പോലെയുള്ള ഒരു വേദിയും ആൾക്കാരും സെറ്റപ്പൊക്കെയാണ്. ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഇവിടെ എത്തിയപ്പോൾ. ഇവിടുത്തെ സൗണ്ട് ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി ഇത് കണ്ടപ്പോൾ ഒരുപാട് ഞാൻ സർപ്രൈസ്ഡ് ആയി. ശരിക്കും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്നെ ഇവിടത്തേക്ക് വളരെയധികം സന്തോഷത്തോടെ എന്നെ വരവേറ്റതിന് പ്രിൻസിപ്പാൾ ആൻഡ് സ്റ്റാഫിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇവരോട് സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വിജയൻ സാറിനോട് സംസാരിച്ചിരുന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ലാസ്റ്റ് 13 വർഷമായിട്ട് കലോത്സവത്തിൽ വിജയം കൊണ്ടിരിക്കുന്ന സ്കൂളാണ് ഇതെന്ന് പറഞ്ഞു. അതോടൊപ്പം പറഞ്ഞു കേരളത്തിലെ 10 ബെസ്റ്റ് സ്കൂളുകളിൽ ഒന്നാണ് ഇതെന്ന് പറഞ്ഞു. പക്ഷെ അവർ ആദ്യം പറഞ്ഞത് 13ാമത് കലോത്സവത്തിൽ വിജയം വാങ്ങിയതാണ്. എനിക്ക് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം ആൾ പറഞ്ഞു, പഠനത്തിനേക്കാളധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനും അവരുടെ കായികമായ കലയിലുമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ എല്ലാ പ്രിൻസിപ്പൾ എടുക്കുന്നോ, എല്ലാ അധ്യാപകരെടുക്കുന്നോ അങ്ങനെ ഒരു കാര്യം നമുക്ക് കേൾക്കാൻ ഒരിക്കലും പറ്റില്ല. ഐ തിങ്ക് ഇവിടെയുള്ള സ്റ്റുഡൻസ്, യു ഗൈസ് ആർ റിയലി ലക്കി. അങ്ങനെ കേൾക്കുന്ന വളരെ ചുരുക്കമാണ്. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം മെൻ്റൽ ഹെൽത്തിന് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾ എപ്പോഴെങ്കിലും അവരുടെ പാരൻസിനോടുക്കുന്ന ടീച്ചേഴ്സിനോടൊപ്പം വഴക്ക് കിട്ടുന്നതാണെങ്കിൽ അവരിന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു. ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഹലോ. അതായത് എൻ്റെ ചോദ്യം വെച്ചാൽ, വീണ്ടും മാമിന് സ്കൂൾ ജീവിതത്തിൽ മടങ്ങാൻ സാധിച്ചാൽ മാം ആദ്യം എന്ത് ചെയ്യും? സ്കൂൾ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിച്ചാൽ, ഞാൻ അധികം മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, മടങ്ങാൻ സാധിച്ചാൽ മേ ബി എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും എൻ്റെ ലൈഫിലുള്ള 2 ആൾക്കാരാണ് അവർ, സാനിയ, സിയ, 2 പേര്. ഞാൻ അവരുടെ കൂടെ കുറച്ചും കൂടി ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ എനിക്കൊരു പൊതിച്ചോറുണ്ടാവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഈവനിങ്, ഒരു ഉച്ച സമയം ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് മേ ബി അവരോട് ഇരിക്കുമായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. താങ്ക് യു മാം. പക്ഷേ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് തോന്നി. നമ്മൾ നോർമലി എല്ലാവരും ഇപ്പോൾ ഇവിടെ പാരൻസിനൊക്കെ പറയും, നമ്മൾ സ്കൂൾ ഡേയ്സിലേക്ക് പോയാലായിരിക്കും ഒരു രസം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇപ്പൊ ന്യൂ ജെന്റെ ഒരു ട്രെൻഡ് മാറിപ്പോയോ? അല്ല, എനിക്കൊരു നല്ലൊരു അടിപൊളി ലൈഫ് ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ സ്കൂളിൽ പോയി ക്ലാസ്സിൽ പോയി നമുക്ക് ഗുരുകുലത്തിൽ ജോയിൻ ചെയ്താലോ? വളരെ സന്തോഷം. സ്മാപ്പി സ്കൂളാണ്, സ്മാർട്ട് ആൻഡ് ഹാപ്പി സ്കൂൾ. Okay, thank you ma'am, thank you for your reply. And next Rohini. Hi Rohini. Thank you for being here. My pleasure. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാൽ, ഇന്നത്തെ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ തേടിയിട്ടുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ അഭിനയമാണ് എൻ്റെ പാഷൻ എന്ന് മാം റിയലൈസ് ചെയ്തത് എപ്പോഴായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, കഴിവുകൾ തേടിയുള്ള യാത്ര എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഒരിക്കലും തന്നെ കഴിവ് എന്ന് വിളിക്കാൻ എനിക്കൊന്നിനും താല്പര്യമില്ല. ഇറ്റ്സ് എ സ്കിൽ എന്നാണ് നമ്മൾ ഡെവലപ്പ്. എനിക്ക് ഇവിടുത്തെ ആദ്യം ഡാൻസ് കളിച്ച കുട്ടികൾ, അവരുടെ സ്കിൽ അവർ ഒരുപാട് നാളായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി ഡാൻസ് ചെയ്തേക്കുന്നതാണ്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എന്താണോ അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഞാനങ്ങനെ പ്രിപ്പയർഡ് ആയതോ, ഈ പറഞ്ഞ പോലെ കുഞ്ഞു മോണാക്റ്റുകൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. അതേ എനിക്ക് അഭിനയമായിട്ടുള്ളൊരു പരിചയം എനിക്കുള്ളൂ, നാടകം ചെയ്യുന്നതും. അങ്ങനെ ഞാൻ റിയലൈസ് ചെയ്തത് മേ ബി ആഫ്റ്റർ സൂപ്പർ ശരണി ആയിരിക്കും. ഇതാണ് എൻ്റെ ഫീൽഡ്, എനിക്ക് അഭിനയിക്കണം, എനിക്ക് ഇതെൻ്റെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങിയ സൂപ്പർ ശരണിക്ക് ശേഷമായിരിക്കും. അതുവരെ ഐ വാസ് ജസ്റ്റ് ക്യൂരിയസ്. ഒരു 16-17 വയസ്സുള്ളൊരു കുട്ടി ഒരു പുതിയൊരു ലോകത്തെത്തുമ്പോൾ എങ്ങനെയാണോ ക്യൂരിയസ് ആയിരിക്കുക, ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അൺടിൽ ആ ഒരു സമയം വരെ. താങ്ക് യു മാം. ആൻഡ് അൻഷി. ഹായ് മാം. എപ്പോഴെങ്കിലും സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായിരുന്നു മാമിനെ മുന്നോട്ട് നയിച്ചത്? എപ്പോഴും തോന്നും. അതിപ്പം എനിക്കൊന്ന് എസ്പെഷ്യലി ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഇൻസെക്യൂരിറ്റി, കോൺഫിഡൻറ്റ് ഇഷ്യൂസിലേക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അൺസർട്ടൺ ആണ്, അതെന്താവും എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ബട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും
ആരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ, ആരും നമുക്ക് വേണ്ടി കൈയടിക്കാതിരിക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് സ്റ്റിൽ എനിക്കിത് വേണം എന്ന് തോന്നുന്നില്ലേ? അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാധനം എന്നുമില്ല. മേ ബി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പം ആ ആൾക്കാരും പിന്നെ നമ്മുടെ ഉള്ളിൽ ഇത് തന്നെ നമുക്ക് വേണം എന്നുള്ള ഒരു കോൺസ്റ്റന്റ് എഫേർട്ടും ചിന്തയും ഒക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Thank you so much, ma'am. Now, Lasima. Hi, Snappy Lasima. evening, ma'am. Snappy evening. I would like to ask you something that അനശ്വര രാജനെ കുറിച്ച് ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? അനശ്വര രാജനെ പറ്റി ഒറ്റ വരിയിൽ പറയുകയാണെങ്കിലും ക്ലംസി, കിളിപോയി നടക്കുന്ന ഒരാൾ ഒക്കെ പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. See, we highly appreciate your spirit, ma'am. Thank you so much for your spontaneous answers. നമ്മുടെ celebrities വരുമ്പോൾ this is a role model for the new generation that is really witnessing you, ma'am. Thank you for your high